5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ യൂണിറ്റ് 3-ൽ കൊളാഷ് തയ്യാറാക്കുക എന്നൊരു ചോദ്യമുണ്ട്. കൊളാഷ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 42-ലുള്ള കൊളാഷ് എന്നുള്ള ഭാഗത്തൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം. അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കൂ. കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് തയ്യാറാക്കൂ. എന്താണ് കൊളാഷ് എന്ന് നമുക്ക് നോക്കാം. ഒരു ആശയത്തെ ഏറ്റവും പ്രതീകാത്മകമാക്കി എളുപ്പത്തിൽ എന്നാൽ സംക്ഷിപ്തമായി ആവിഷ്കരിക്കാനുള്ള ഉപാധിയാണ് കൊളാഷ്. പ്രകൃതിയിൽ സുലഭമായി കിട്ടുന്ന ഉണക്കിയ ഇലകൾ മുതൽ പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ പാഴ്വസ്തുക്കളും കൊളാഷ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ഗ്രൂപ്പ് പ്രവർത്തനമാണ് കൊളാഷ് നിർമ്മാണത്തിന് ഏറ്റവും ഉത്തമം. കൊളാഷിന് ഏത് പ്രതലവും ഉപയോഗിക്കാം. ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല. ഇത് നമുക്ക് ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങളിൽ തന്നിരിക്കുന്ന ഒരു കുറിപ്പാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൊളാഷ് എന്ന് ശരിക്കും മനസ്സിലാവുകയില്ല. കൊളാഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വാക്കാണ്. COLLAGE എന്നാണ് കൊളാഷ്. അതിന്റെ ഉച്ചാരണം കൊളാഷ് എന്നാണ്. പല തുണ്ടുകൾ ഒട്ടിച്ചുണ്ടാക്കിയ ഒരു വലിയ ചിത്രത്തെയാണ് കൊളാഷ് എന്ന് പറയുന്നത്. ചില കുട്ടികളൊക്കെ ഇത് കോളേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ കോളേജ് എന്ന് വായിക്കും. കോളേജിന്റെ സ്പെല്ലിംഗ് ഇതല്ല. COLLEGE എന്നാണ് കോളേജ്. കോളേജ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ കൊളാഷ് ആണ്. ഇവിടെ SH ഇല്ലെങ്കിലും നമ്മൾ AGE എന്നുള്ളത് SHന്റെ ഒരു ഉച്ചാരണം കൊടുത്ത് കൊളാഷ് എന്നാണ് വായിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വാർത്തകളോ വസ്തുക്കളോ ഭംഗിയായി ഒട്ടിച്ചുണ്ടാക്കുന്ന വലിയൊരു ചിത്രമാണ് കൊളാഷ്. കൊളാഷ് ഉണ്ടാക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കാം. അതായത് പത്ര കട്ടിങ്ങുകൾ, ഫോട്ടോഗ്രാഫുകളുടെ ഭാഗങ്ങൾ, സിനിമ തിയേറ്റർ ടിക്കറ്റുകൾ, ഒരു കവറിന്റെ കഷ്ണങ്ങൾ, റിബണിന്റെ കഷ്ണങ്ങൾ, വർണ്ണക്കടലാസുകൾ, ചിത്രങ്ങൾ, മറ്റ് കലാരൂപങ്ങളുടെ ചെറുഭാഗങ്ങൾ, ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് വേണമെങ്കിലും കൊളാഷ് ഉണ്ടാക്കാം. ഒരു വാർത്ത മുഴുവനായി വേണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമായി മുറിച്ചെടുക്കാം. ഒന്നിനു മേലെ മറ്റൊന്ന് ഒട്ടിക്കാം. അങ്ങനെയൊക്കെ ഒട്ടിച്ചു ഉണ്ടാക്കുന്ന വലിയൊരു ചിത്രമാണ് കൊളാഷ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒട്ടിക്കാനായിട്ട് പേപ്പറോ തുണിയോ മരമോ പലകയോ ചുമരോ ഏത് വേണമെങ്കിലും നമ്മുടെ നോട്ട്ബുക്കിൽ പോലും നമുക്ക് കൊളാഷ് ഉണ്ടാക്കാം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പലതരം ചിത്രങ്ങൾ ഒട്ടിച്ച് ഉണ്ടാക്കുന്ന ഒരു വലിയ ചിത്രമാണ് കൊളാഷ്. കൊളാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ കടലാസ് കൊണ്ടുണ്ടാക്കാം, ഈർക്കിലി കൊണ്ട് കൊളാഷുകൾ ഉണ്ടാക്കാം, ഉണക്ക ഇലകൾ, ചകിരി നാര് കൊണ്ട്, മുള കൊണ്ട്, പഴയ തുണിക്കഷ്ണങ്ങൾ, അങ്ങനെ ഇന്നത് വേണമെന്നില്ല. പ്ലാസ്റ്റിക് ഒഴികെയുള്ള ഏത് സാധനം കൊണ്ടും നമുക്ക് കൊളാഷ് ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ കാരണം അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത്. നമ്മളുടെയൊക്കെ സ്മാർട്ട് ഫോണിൽ, മൊബൈൽ ഫോണിൽ ഫോട്ടോ കൊളാഷ് മേക്കർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കോ എടുത്ത ഫോട്ടോകളെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു കൊളാഷ് ഉണ്ടാക്കാൻ പറ്റും. നടുക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മളാണെങ്കിൽ നമ്മുടെ ഫോട്ടോ, മുകളിൽ കേക്കിന്റെ മാത്രമായിട്ടൊരു ഫോട്ടോ, ഒരു സൈഡിൽ അച്ഛൻ, മറുവശത്ത് അമ്മ, ചേച്ചിയും അനുജനും എവിടെ വേണം അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. 11ാം ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 11 എന്ത് ചെയ്യും? കലണ്ടറിൽ നിന്നും 11 എന്ന തീയതിയുടെ ഫോട്ടോ എടുത്ത് നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ഫോട്ടോകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കൊളാഷാണ് ഫോട്ടോ കൊളാഷ്. ഇതേപോലെ റെയിൽവേ ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ബസ് ടിക്കറ്റുകൾ, ബോട്ട് യാത്രയുടെ ടിക്കറ്റുകൾ മുതലായവയെല്ലാം ശേഖരിച്ച് നമുക്ക് ഒരു ടിക്കറ്റിന്റെ കൊളാഷ് ഉണ്ടാക്കാൻ പറ്റും. 42ാമത്തെ പേജിൽ നമ്മളോട് ഉണ്ടാക്കാൻ പറയുന്ന കൊളാഷ് ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് അങ്ങനത്തെ വാർത്തകൾ ശേഖരിച്ചിട്ടൊരു കൊളാഷ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ദുരന്തങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ നല്ല മനുഷ്യരെ കുറിച്ച് ഉള്ള ഒരു കൊളാഷാണ് നമുക്ക് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായ പ്രതലം എന്ന് പറയുന്നത് നമ്മളുടെ നോട്ട്ബുക്കിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ക്ലാസ്സിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ടീച്ചർ ചിലപ്പോൾ ചാർട്ട് പേപ്പർ തരും. മിക്കവാറും ഇതൊക്കെ ഹോംവർക്കായിട്ട് ചെയ്തു വരാൻ പറയും. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളുടെ നോട്ട്ബുക്കിന്റെ 2 പേജ് വരുന്ന ഭാഗത്ത് നമുക്ക് കൊളാഷ് തയ്യാറാക്കാം. ഈ കൊളാഷ് നമുക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളവ പത്രവാർത്തകൾ വേണം. അതായത് നല്ല മറ്റുള്ളവരെ സഹായിച്ചതായിട്ടുള്ള പത്രവാർത്തകൾ, ഒരു കത്രിക വേണം, പശ വേണം, മാർക്കറോ അല്ലെങ്കിലോ സ്കെച്ച് പെന്നോ, സ്കെയില്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കൊളാഷ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളവ. ഇവിടെ നോട്ട്ബുക്കിൽ ഒരു കുട്ടി തയ്യാറാക്കിയ കൊളാഷ് കൊടുത്തിട്ടുണ്ട്. 2 പേജ് വരുന്ന വിധത്തിലുള്ള ഒരു കൊളാഷാണ്. ഒരു കുറച്ച് പേപ്പർ കട്ടിങ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൊളാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊളാഷ് നമുക്ക് നമ്മുടെ കലാബോധത്തിനനുസരിച്ച് പല ആകൃതിയിൽ വെട്ടി ഒട്ടിക്കാൻ പറ്റും. ഒന്നിന്റെ പകുതി ഭാഗമേ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അതിനെ മറയ്ക്കുന്ന വിധത്തിൽ നമുക്ക് മറ്റൊരു ഫോട്ടോ വെട്ടി ഒട്ടിക്കാം. ഇതേപോലെയാണ് നമ്മൾ കൊളാഷ് തയ്യാറാക്കേണ്ടത്. ഈ ചോദ്യം നമുക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. ഇതേപോലെ ഒരു കൊളാഷ് ചോദ്യ പേപ്പറിൽ തരും. എന്നിട്ട് ഇതിൽ വിശദീകരിക്കുന്ന ആശയം എന്ത് എന്ന് കണ്ടെത്തി എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ഈ കൊളാഷുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അതിൽ പറയുന്ന ആശയം കണ്ടെത്തുക. എല്ലാത്തിലും ഒരേ ആശയം തന്നെയായിരിക്കും. ആ ആശയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി നമ്മളൊരു ചെറിയ കുറിപ്പ് എഴുതിയാൽ മതി. Okay, thank you for watching this video.